ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം നൽകിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 77.13% പോളിംഗ്. കണ്ണൂർ, വയനാട്, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം 80 കടന്നു. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. 82%. കുറവ് തിരുവനന്തപുരത്താണ് രേഖപ്പെടുത്തിയത്. 73.26%. പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല മണ്ഡലങ്ങളിലും ഇപ്പോഴും പോളിംഗ് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എല്ലാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം യഥാക്രമം എങ്ങനെയാണ്? എവിടെയാണ് സമയം അവസാനിച്ചിട്ടും ഇപ്പോഴും പോളിംഗ് തുടരുന്നത്? ശിവപ്രിയ, സംസ്ഥാനത്തെ ഒട്ടാകെ തന്നെ പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. 77.13 എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. അതായത് കഴിഞ്ഞ തവണത്തെ 74 കണക്കാക്കുമ്പോൾ 3% പോളിംഗ് സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ടയിൽ 8.34% വർധന, 9% വരുന്ന ഒരു വർധനവ് പത്തനംതിട്ട ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വടകര ശക്തമായ മത്സരം, രാഷ്ട്രീയ മത്സരം നടന്ന CPM കോൺഗ്രസ് തമ്മിൽ രാഷ്ട്രീയ മത്സരം നടന്ന വടകരയിൽ 7.66% വർധനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഉണ്ടായിരിക്കുന്നത്. വയനാട്, രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്, അതിൻ്റെ ആവേശപ്രകാരം 6.76% വർധന ഉണ്ടായിരിക്കുന്നു. ഇടുക്കിയിൽ, ആറ്റിങ്ങലുമെല്ലാം 5% വർധന ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ശതമാനം കുറവുള്ള അല്ലെങ്കിൽ ശതമാനം കുറഞ്ഞ തിരുവനന്തപുരത്ത് പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4.63%, 5%-ഓളം വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഉടനീളം ഇത് വ്യക്തമാണ്. ഒരുപക്ഷെ കോഴിക്കോടും കണ്ണൂരും മാത്രമാണ് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ ശതമാനം വർധനമില്ലാത്ത. കോഴിക്കോട് കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാന കണക്കുകൾ നമുക്ക് നൽകുന്ന വിവരം. അതായത് സംസ്ഥാനത്തുടനീളം ശതമാനം കൂടിയിരിക്കുന്നു. മാത്രമല്ല, ശക്തമായ മത്സരം നടന്ന ത്രികോണ മത്സരങ്ങളും മറ്റു ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഇത് വർദ്ധിച്ചിരിക്കുന്നു. ഇത് UDF ക്യാമ്പിനെ സംബന്ധിച്ചോളം ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഒരു അനുകൂല ഘടകമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ആറ്റിങ്ങലും പാലക്കാടും ഒഴികെ ഏത് മണ്ഡലവും വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളും BJPയുമായി നേരെ പോരാട്ടം നടത്തിയ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ ഉൾപ്പെടെ മണ്ഡലങ്ങളും സുഖമായി തന്നെ വിജയിക്കുമെന്നുള്ള വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ടായിട്ടുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുകൂല UDFിന് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അവർ പ്രതികൂലമായി കാണുന്നു. രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.